ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് വിളവാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വിളവ് നമുക്ക് വിളവെടുക്കാൻ പ്രായമായിട്ടുള്ള കുറച്ച് ചീരത്തൈകളുണ്ട്, അതേപോലെ നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ടുള്ള മുളക് തൈകളുണ്ട്, ഒക്കെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. മുളകിൻ്റെ വിത്ത് പാകിയിട്ട് നമ്മൾ മുളപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നടാവുന്നതാണ്. അതേപോലെ ചീരത്തൈകൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള പാകമായിട്ടുണ്ട്. വെണ്ടയിലും കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നമ്മൾ വെള്ളരി, പയർ എല്ലാം ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാവുന്ന ഒരു കൃഷി രീതിയാണിത്. ഗ്രോ ബാഗിലെ കൃഷി. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇതേപോലെ വിളയിച്ചെടുക്കാം. ഒരു 3-4 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ പയറും ചീരത്തൈകളൊക്കെ ഇതേപോലെ വിളയിച്ചെടുക്കാവുന്നതാണ്. ഇത് കയ്പ്പയാണ്. അതേപോലെ തന്നെ മുളക്. ഗ്രോ ബാഗിലല്ലാതെ നമ്മൾ ചാക്കിലും ചെടികൾ നട്ടു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സിമെൻറ്റ് ചാക്കാണ്. സിമെൻറ്റ് ചാക്കിലാണ് നമ്മൾ ഈ മുളക് ചെടിയൊക്കെ വളർത്തിയെടുത്തിട്ടുള്ളത്. ചീരയും എല്ലാം നമുക്ക് ഈ രീതിയിൽ ചാക്കിലായാലും വളർത്തിയെടുക്കാം. ചാക്കിലാകുമ്പോൾ കുറച്ച് കാലം കൂടി ഈ ചാക്ക് നമുക്ക് കിട്ടും. ഗ്രോ ബാഗ് ആണെന്നേക്കാളും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മുടെ ചാക്കിൽ വളർത്തുന്നത് തന്നെയാണ്. നമ്മുടെ നാടൻ ചീരയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ചീര. ഏകദേശം കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ ചാക്കിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മുളക്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് തൈകൾ പാകാനുണ്ട്, വിത്ത് പാകാനുണ്ട്. അപ്പോൾ അത് ഗ്രോ ബാഗ് തയ്യാറാക്കി പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പനിക്കൂർക്കലാണ്. ഇതാണ് നമ്മുടെ വിളവെടുപ്പ്. കുറച്ച് വെറൈറ്റികളായിട്ടുള്ള മുളക് ആണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത മുളക് എടുത്തിട്ടുണ്ട്. ആ വിത്തുകൾ എങ്ങനെ മുളപ്പിക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ മുളക് വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് വിത്തുകളാണ്. ഈ വിത്തുകൾ നമ്മൾ തോല് കളഞ്ഞ് അതിൻ്റെ വിത്ത് ഗ്രോ ബാഗിലേക്ക് പായി കൊടുക്കുകയാണ്. നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സിമെൻറ്റ് ചാക്കാണ്. സിമെൻറ്റ് ചാക്കിൽ ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് പോട്ടി മിക്സാക്കി അതിലാണ് നമ്മൾ ചെടി നട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കാനുണ്ട്. ചാക്കിൻ്റെ പകുതിയായിട്ട് മടക്കി അതിൽ ഒരു 3/4 ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്ത് ഈ രീതിയിലാണ് നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കുന്നത്. അത് ചീരച്ചെടികളാണ്. അപ്പോൾ നമുക്ക് തൈ നട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മണ്ണിട്ടതിന് ശേഷം നമ്മൾ മുളക് വിത്തുകൾ പാകി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുളക് വിത്തുകളൊക്കെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. വിത്ത് മുറിയാത്ത രീതിയിൽ അതിൻ്റെ മുകളിലത്തെ തോട് ഭാഗം കളഞ്ഞ് ഈ രീതിയിലാക്കി മുളകിൻ്റെ വിത്ത് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ദിവസം വെച്ച് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പാകിയാലും മതി, മുളച്ച് കിട്ടും. ഇത് നമ്മൾ കുറച്ച് ദിവസം ഈ ഒരു പഴുത്ത മുളക് വെയിലത്തിട്ട് ഉണക്കിയതാണ്. എന്നിട്ടാണ് ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിന് പാകി കൊടുക്കാം. അതിൻ്റെ ഗ്രോ ബാഗിൽ നമ്മൾ ഇതേപോലെ പാകിയതിന് ശേഷം ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 2 ഗ്രോ ബാഗിലൂടെ നമ്മൾ മുളക് വിത്തുകൾ പാകുന്നുണ്ട്. മുളക് വിത്തുകൾ മുളച്ചതിന് ശേഷം നമുക്ക് പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. മേൽമണ്ണൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും. മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊന്ന് വിതറി കൊടുക്കുകയോ ചെയ്താൽ മതി. ഇത്രയും നമ്മുടെ മുളക് വിത്തുകൾ പാകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാവുന്ന കൃഷികളാണ് കാണുന്നതൊക്കെ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.